പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാകുന്ന ചിത്രം എമ്പുരാൻ റിലീസിന് മുൻപേ ഇന്ത്യൻ സിനിമയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മുന്നേറുകയാണ്. ചിത്രത്തിൽ ഓൾ ഇന്ത്യ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് മാർച്ച് 21 രാവിലെ 9 മണിക്കാണ് ആരംഭിച്ചത്. ബുക്കിംഗ് ആരംഭിച്ച് 24 മണിക്കൂർ പിന്നിട്ടപ്പോൾ 6,45,000 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം ഇന്ത്യയിൽ വിറ്റഴിച്ചത്. ഇത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. 24 മണിക്കൂറിൽ ഒരു ഇന്ത്യൻ ചിത്രത്തിന് ഇത്രയധികം ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോകുന്നത് ഇതാദ്യമായിട്ടാണ്. ഇന്ത്യൻ സിനിമയിലെ പല ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളുടെയും റെക്കോർഡാണ് ഇപ്പോൾ എമ്പുരാൻ ഭേദിച്ചിരിക്കുന്നത്. ബുക്കിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ 1,00,000-നടുത്ത് ടിക്കറ്റുകൾ വിറ്റ ഈ ചിത്രം ഇന്നലെ തന്നെ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ലൈക്ക പ്രൊഡക്ഷൻസ്, ആശീർവാദ് സിനിമാസ്, ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ, ആന്റണി പെരുമ്പാവൂർ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മുരളി ഗോപിയാണ് രചന നിർവഹിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തുന്ന ചിത്രം കൂടിയാണിത്. മാർച്ച് 27 ഇന്ത്യൻ സമയം രാവിലെ 6 മണി മുതലാണ് ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിക്കുന്നത്. അതേസമയം മലയാളികൾ ഏറെ ആകാംക്ഷയോടെയാണ് എമ്പുരാനെ കാത്തിരിക്കുന്നത്. ആദ്യ മണിക്കൂറിൽ 1,00,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായി സൂചിപ്പിച്ചു. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതൊരു റെക്കോർഡ് തന്നെയാണ്. ഇപ്പോഴിതാ എമ്പുരാൻ സിനിമ കാണുന്നവർക്ക് ഒരു പ്രത്യേക അറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ്. സിനിമ തീർന്നയുടൻ തിയേറ്റർ വിട്ടു പോകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻഡ് ക്രെഡിറ്റുകൾ സൂക്ഷ്മതയോടെ വായിക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു. മോഹൻലാലിനോടൊപ്പം ദി ഹോളിവുഡ് റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 3-ാം ഭാഗം പുതിയൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. 2-ാം ഭാഗം കാണുമ്പോൾ മനസ്സിലാകും. എനിക്കൊരു അപേക്ഷയുണ്ട്. എമ്പുരാന്റെ എൻഡ് ക്രെഡിറ്റുകൾ കാണണം. അത് ശ്രദ്ധയോടെ വായിക്കണം. അതിൽ വരുന്ന വാർത്തകളും വാചകങ്ങളും വായിക്കുക. അത് തീരുന്നതിന് മുൻപ് തിയേറ്റർ വിടരുത്. ആ ലോകം എങ്ങനെയാണ് എന്നതിന്റെ സൂചനയാകുമത്. പൃഥ്വിരാജ് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. മുരളി ഗോപി തിരക്കഥ രചിച്ച ചിത്രം മാർച്ച് 27 രാവിലെ 6 മണിക്കാണ് ഇന്ത്യയിലും ആഗോള തലത്തിലും പ്രദർശനം ആരംഭിക്കുന്നത്. മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. ബുറേഷി ഇബ്രഹാം അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ആദ്യ ഐമാക്സ് റിലീസായി എത്തുന്ന എമ്പുരാൻ ലൈക്ക പ്രൊഡക്ഷൻസ്, ആശീർവാദ് സിനിമാസ്, ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ, ആന്റണി പെരുമ്പാവൂർ, ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ടീസർ ജനുവരി 26 പുറത്തു വന്നിരുന്നു. മാർച്ച് 27 ചിത്രം ആഗോള റിലീസായി എത്തുന്നത്. 2019 ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ 2-ാം ഭാഗമായിട്ടാണ് എമ്പുരാൻ എത്തുന്നത്. മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട്, ജെറോം ഫ്ലിൻ, ബൈജു സായ്കുമാർ, ആൻഡ്രിയ ടിവാഡർ, അഭിമന്യു സിംഗ്, സാനിയ അയ്യപ്പൻ, ഫാസിൽ, സച്ചിൻ ഖഡ്കർ, നൈല ഉഷ, ജിജു ജോൺ, നന്ദു, മുരുകൻ മാർട്ടിൻ, ശിവജി ഗുരുവായൂർ, മണിക്കുട്ടൻ, അനീഷ് ജി മേനോൻ, ശിവദ, അലക്സ് ഒനീൽ, എറിക് എബണി, കാർത്തികേയ ദേവ്, മിഹേൽ നോവിക്കോവ്, കിഷോർ സുകാന്ത്, ബഹുസാദ് ഖാൻ, നിഖാത് ഖാൻ, സത്യജിത് ശർമ്മ, നയൻ ഭട്ട്, ശുഭാംഗി, ജയസ് ജോസ് എന്നിവരാണ് മറ്റ് പ്രധാന താരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.